നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശാസ്ത്ര വളർച്ചയുടെ ഗുണവും ദോഷങ്ങളും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശാസ്ത്ര വളർച്ചയുടെ ഗുണത്തെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തോരം കാര്യങ്ങളാണ് ഈ ശാസ്ത്രത്തെ കൊണ്ട് നേടാൻ സാധിച്ചതും നമ്മൾ ഉപയോഗിക്കുന്നതും. അപ്പോൾ നമ്മൾ ആദ്യകാലമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നുമൊക്കെ അറിയുമല്ലോ. അതായത് ആദ്യകാലങ്ങളിൽ മനുഷ്യൻ കൃഷി ചെയ്തും അതുപോലെ തന്നെ അധ്വാനിച്ചൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും വേറെ വ്യത്യാസമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഈ വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും വളർന്നതെന്നൊക്കെ. അപ്പോൾ ഈ വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് വളർന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പ്രധാനമായിട്ടും നമ്മുടെ ഹെൽത്തിൻ്റെ മേഖലയിലാണ് പൊതുവെ നമ്മൾ വളർന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ ഈ കൃഷിയിലും അതുപോലെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ വിഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ വലിയ വളർച്ച എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാനും ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര എക്യുപ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വരുന്ന മാരകമായ അസുഖങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അവയൊക്കെ ഇന്ന് നിഷ്പ്രയാസം ഭേദമാക്കാൻ സാധിക്കും. ഒരു കാലത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും മരിക്കും എന്ന് പറഞ്ഞിരുന്ന ക്യാൻസറിന് പോലും ഇന്ന് നിഷ്പ്രയാസം മരുന്നും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ഇന്ന് നിസ്സാരകരമാണ്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലുകളിലും കിട്ടുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ അത്രയധികം ആധുനികതയുടെ നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊന്നും ഇത്രയും മാരകമായ അസുഖങ്ങളോ അവയൊന്നും ഇല്ലായിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം നമുക്കറിയാം, നമ്മുടെ പണ്ടത്തെ പൂർവികരൊക്കെ മേലറിഞ്ഞ് പണിയെടുത്തവരായിരുന്നു. എന്ന് വെച്ചാൽ അവരവരുടെ പറമ്പിൽ നിന്നും അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ഫലവർഗ്ഗങ്ങളായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു, ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്ത് അത്രയും അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു കാലത്ത് നമ്മുടെ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടിയാണ് ഇത്രയും വലിയ അസുഖങ്ങളും അവ മാറ്റാൻ വേണ്ടിയുള്ള ഈ ഓരോ മെഷീനുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ശാസ്ത്രത്തെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ശാസ്ത്രം എത്ര വളർന്നാലും അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ശാസ്ത്രം മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വലിയ രസകരമായിരിക്കത്തില്ല. നമുക്ക് നമ്മുടെ ആയുസ് കൂടി ജീവിക്കാൻ പറ്റുമെങ്കിലും നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനോ നമുക്കൊന്ന് ഈ ലോകം ആസ്വദിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്കും മാറിയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശാസ്ത്രം വളരുന്നതോടനുസരിച്ച് നമ്മൾ അത്രത്തോളം മടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ ഈ കൃഷി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് എത്രത്തോളം മെഷീനുകളാണ് ഈ കൃഷിക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അവയൊന്നും ചെറിയ മെഷീനല്ല. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഈ ഉഴുതുമറിക്കുന്നതൊക്കെ ഒരു കാളയെ വെച്ചോ അതുമായി ബന്ധപ്പെട്ട് 2-3 ആൾക്കാരൊക്കെ വേണമായിരുന്നു. പക്ഷേ അത് വളരെയേറെ പണിയുള്ളൊരു കാര്യമായിരുന്നു, നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ വലിയ മെഷീനുകളൊക്കെ ഉഴുതുമറിക്കാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മനുഷ്യന് വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എത്ര മെഷീനുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഈ വിത്തൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ന് ഹൈബ്രിഡാണ്. എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ നമ്മുടെ ബയോളജി, അതായത് നമ്മുടെ സയൻസ് ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഈ വിത്തുകളാണ് നമുക്കിന്ന് കിട്ടാൻ സാധിക്കും. അത് നമ്മുടെ ഈ സയൻസിൻ്റെ ഒരു വളർച്ച തന്നെയാണ്, ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച തന്നെയാണ്. പിന്നെ ഇങ്ങനെ ധാരാളം മേഖലകളിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. ഇവൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പേസിൽ വരെ എത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഗുണങ്ങളെ പറ്റിയാണ്. അതുകൂടാതെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ദോഷങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ടെക്നോളജിയൊക്കെ വെച്ച് എത്രത്തോളം മിഷനുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് യുദ്ധത്തിന് വേണ്ടി. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന അത്രയുള്ള ആറ്റം ബോംബ് വരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് നമുക്കറിയാം, അമേരിക്ക ഹിരോഷിമയിൽ ഇട്ട ബോംബിനെ കുറിച്ചൊക്കെ നമുക്കറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാലത്ത് അന്ന് ജപ്പാനിൽ അനുഭവിച്ചവരുടെ ദുഃഖങ്ങളും ഇന്നും നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം കഠിനമാണ് ഇങ്ങനത്തെ മേഖലയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് രണ്ട് വശമുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും രണ്ട് വശമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും വേറെ ഈ ഒരു കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്ന് ആറ്റം ബോംബിനെക്കാട്ടും വലിയൊരു ബോംബ് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് വേറൊന്നുമല്ല, ഹൈഡ്രജൻ ബോംബാണ്. അപ്പോൾ ഇത് ആറ്റം ബോംബിനെക്കാട്ടിലും എത്രയോ മാരകമായ ഒരു ബോംബാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ പറ്റുന്ന ഒരു തരം ബോംബാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ ഫ്യൂഷൻ കാരണമാണ്. എന്ന് വെച്ചാൽ ഈ ആറ്റങ്ങളെല്ലാം ഒന്നിക്കുമ്പോൾ അത് എനർജി പുറത്തേക്ക് വിട്ട് ഉണ്ടാകുന്ന ഒരു തരം ബോംബാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ടെക്നോളജിയും അതുപോലെ തന്നെ ഇന്ന് AI യുഗത്തിലൊക്കെ എത്രത്തോളം പേരുടെ ഈ ജോലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പൈസ ഉള്ളവരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ വരികയും പൈസ ഇല്ലാത്തവർ കൂടുതൽ ഇല്ലായ്മയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കമ്പനി എടുത്തു. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഫുൾ റോബോട്ടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയാണല്ലോ. അപ്പോൾ അത് തന്നെ ഈ AI ഒക്കെ വെച്ച് നമുക്കറിയാം, ഒരു 1000 പേരുടെ പണിയൊക്കെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന ഒരു AI എടുക്കാൻ പറ്റുന്നൊക്കെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന് ജോലി പോവുകയും ഇതിൻ്റെ ഉടമസ്ഥയിലുള്ള ആൾക്ക് പണം കുമിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വശത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഈ വൈദ്യുതി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ, ഈ ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ട് തന്നെ ഈ പെട്രോളിയം വാഹനങ്ങളിലൊക്കെ ഉപയോഗം കൂടാനും അത് നമ്മുടെ പരിസ്ഥിതിക്ക് വളരെയേറെ നാശം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ മറ്റു വശം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ ഈ നേച്ചറായിരുന്നു നമ്മൾ ഓരോ സാധനവും സൃഷ്ടിച്ചുകൊണ്ടിരുന്നതും ഇല്ലാതായിക്കൊണ്ടിരുന്നതും. പക്ഷേ ഇന്ന് മനുഷ്യൻ അതിനെ വരെ എതിർത്തുകൊണ്ട് ക്ലോണിങ്ങും മറ്റും ആരംഭിച്ചിരിക്കുന്നു. അതായത് മനുഷ്യനെ തന്നെ മൃഗങ്ങളെ ഉണ്ടാക്കാനുള്ള അത്രയും ടെക്നോളജി വരെ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ നേച്ചറിനെ വരെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.